നന്മയുടെ നല്ല നാളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നേന്ത്രപ്പഴം പച്ചടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന ഏത്തപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഏത്തപ്പഴം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പഴം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഒരുപാട് ചേർത്താലും കൊള്ളത്തില്ല, അതുകൊണ്ട് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് ഒരു പച്ചമുളക് ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങയും പച്ചമുളകും ഞാനൊരല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കടുക് ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ കടുക് ആദ്യം ചേർക്കാഞ്ഞത് കടുക് ഒരുപാട് അരഞ്ഞു പോയാൽ അതിനൊരു കയ്പായി വരും. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്തിട്ടൊന്ന് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു തവിയോ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് കൂടി തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരല്പം തൈര് കൂടെ ചേർക്കേണ്ടതുണ്ട്. ഈ തൈര് ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കരുത്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ അതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർക്കുന്നത്. തൈര് ചേർത്ത് തിളയ്ക്കുമ്പോഴത്തേക്ക് അതൊരുമാതിരി പിരിഞ്ഞ പോലാകും. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പച്ചടി ഒന്ന് കടുക് വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ കടുക് വറുത്തോടെ ആ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ടുള്ള നേന്ത്രപ്പഴം പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.